ഹലോ, എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഷോർട്ട് റീഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 4 കാർഡ് എടുക്കും. ആ 4 കാർഡിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാർഡായിട്ട് എടുക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, നാലാമത്തെ കാർഡ്. ഇനി ഓരോ കാർഡും എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഏസ് ഓഫ് സോർഡ്സ് കാർഡ്സ് വരുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പോസിറ്റീവ് ഡേ ആയിരിക്കും. പുതിയ ബിഗിനിങ്സ്, പുതിയ ഐഡിയാസ്, എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പ്രോജക്ട്സ്, പുതിയ പ്ലാൻസ്, ഐഡിയാസ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. മെൻ്റൽ ക്ലാരിറ്റി ഉള്ളൊരു ദിവസമായിരിക്കും. ഗുഡ് ന്യൂസസ് വരും. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർഡ് ക്വീൻ ഓഫ് പെൻഡക്കിൾസും ഏസ് ഓഫ് പെൻഡക്കിൾസും ആണ്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു ലേഡി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കാണുമെന്നാണ്, ഒരു അമ്മ സ്ഥാനത്തുള്ള ഒരു ലേഡി. മൂന്നാമത്തെ കാർഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ്. പുതിയ ഏതെങ്കിലും രീതിയിലും കൂടെ നിങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പുതിയൊരു ജോബ്, അല്ലെങ്കിൽ ജോബ് ചേഞ്ച്, ഇതൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും. നാലാമത്തെ കാർഡ് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ദിവസമാണെന്ന്. ഹാർഡ് ടൈം എല്ലാം കഴിഞ്ഞു, ഹാപ്പിനെസ് ഉണ്ടായിരിക്കും ഇന്ന്, ജോയ്ഫുൾനെസ് ഉണ്ടായിരിക്കും. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വിഷ് കാർഡാണ്. താങ്ക് യു.